Welcome to this session. Today I would like to speak few points based on the concept of conditioning. The term conditioning implies pairing the association between stimulus and response. So when we talk about the concept of conditioning, we have to learn two important conditioning theory. Number one theory given by Ivan Petrovich Pavlov, a Russian psychologist. And the second theory, operant conditioning, given by B.F. Skinner. So remember, the term conditioning implies pairing the association between stimulus and response. The first theory, that is classical conditioning. Sometimes it is also known as simple conditioning. Theory has been given by Ivan Petrovich Pavlov, a Russian psychologist. The theory came to be known as classical conditioning because he has adopted certain classical methods for analyzing the behavior of an organism. Pavlov adopted classical methods for analyzing the behavior pattern of an organism. That is why his theory came to be known as classical conditioning. Sometimes it is also known as simple conditioning. Pavlov was basically a biologist. Actually, he was studying the gastric secretions among the animals. One day he noticed the sound of the footstep of his servants made his experiment dog to salivate. And this was considered to be the turning point in his entire experimental history. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പാവ്ലോവ് എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ആനിമൽസിന്റെ ഗാസ്ട്രിക് സെക്രീഷൻസിനെ പറ്റി പഠിക്കുവാണ്. അതിനുവേണ്ടി ഒരു ലബോറട്ടറി സെറ്റ് ചെയ്തു. ആ ലബോറട്ടറിയുടെ മേശപ്പുറത്ത് അദ്ദേഹം ഒരു ഡോഗിനെ കെട്ടിവെച്ചു. അതിന്റെ വായ്ക്കകത്തേക്ക് ചില കത്തീഡ്രൽ പൈപ്പുകൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം മീറ്റ് പൗഡർ പ്രൊവൈഡ് ചെയ്ത സമയത്ത്, മീറ്റ് പൗഡർ കൊടുക്കുന്ന സമയത്ത് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരിന്റെ അളവ് അദ്ദേഹം ട്യൂബ് വഴി വരുന്ന ഉമിനീരിന്റെ അളവ് മെഷർ ചെയ്യാണ്. ഇങ്ങനെ ഗാസ്ട്രിക് സെക്രീഷൻസിനെ പഠിക്കുന്ന ഐവാൻ പാവ്ലോവ് എന്ന് പറയുന്ന റഷ്യൻ ബയോളജിസ്റ്റ്, അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടാവുകയാണ്. കാരണം അദ്ദേഹത്തിന് ലബോറട്ടറിയിലേക്ക് വരുന്ന അദ്ദേഹത്തിന് സഹായിയായിട്ടുള്ള സർവന്റിന്റെ ഷൂവിന്റെ ശബ്ദം, കാലൊച്ച തന്നെ ഈ ഡോഗിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഡോഗിന്റെ സെലിവറി ഗ്ലാൻഡ്സിനെ ഉത്തേജിപ്പിച്ചു. ഡോഗ് ബിഗൈൻ ടു സലിവേറ്റ്. ഇതൊരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റൽ ഹിസ്റ്ററിന്റെ അകത്തൊരു ടേണിംഗ് പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഡോഗ് എന്ന് പറയുന്ന ഈ ജീവി ഈ ഫുഡ് സ്റ്റെപ്പിന്റെ ശബ്ദത്തോട് ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഇതാണ് അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വിഷയം. അങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പോൾ ഇന്ന് പഠിക്കുന്ന ഈ ഐവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയുടെ ആരംഭം. The theory came to be known as classical conditioning because he has adopted certain classical methods for analyzing the behavior of an organism. That is why his theory came to be known as classical conditioning. Remember, the theory is also known as simple conditioning. ഈ തിയറിയുടെ സിമ്പിൾ കണ്ടീഷനിങ് എന്ന് പറയും. സാധാരണഗതിയിൽ ക്ലാസിക്കൽ എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ക്ലാസിക്കൽ എന്ന് പറയാൻ കാരണം, that he has adopted certain classical methods. കണ്ടീഷനിങ് എന്ന് പറയുന്ന മേഖലയിൽ ഒരുപാട് റിസർച്ചുകൾ നടന്നയാണ്. ജെ.ബി. വാട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, പ്രസിദ്ധനായിട്ട് മനഃശാസ്ത്രകാരൻ, എങ്ങനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറി പ്രവർത്തിക്കുക എന്നത് അദ്ദേഹം ഒരു മുയൽ ഉപയോഗിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അത് പിന്നീട് വേണമെങ്കിൽ പറയാം. അപ്പൊ പാവ്ലോവിന്റെ കണ്ടീഷന്റെ അകത്ത് that he has adopted certain classical methods for analyzing the behavior, that is why his theory came to be known as classical conditioning or simple conditioning.
അതുകൊണ്ട് അതിനെ സിമ്പിൾ കണ്ടീഷനിങ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് പറയുന്നത്. ഓർക്കുക, അദ്ദേഹം നേരത്തെ ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു. മനഃശാസ്ത്ര സിദ്ധാന്തങ്ങൾ അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ശ്രദ്ധ മനഃശാസ്ത്രത്തിലേക്ക് വരുന്നത് തന്നെ, സൈക്കോളജിയിലേക്ക് വരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റിന്റെ അകത്ത് വന്ന ഒരു മാറ്റത്തെയാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ പിന്നീട് പഠിക്കുന്ന ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയുടെ ആരംഭം. അപ്പൊ the theory came to be known as classical because he has adopted certain classical methods. ക്ലാസിക്കൽ മെത്തേഡ് ആയതുകൊണ്ടാണ് അതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന പേരിൽ അറിയപ്പെടാൻ കാരണം. പാവ്ലോവിന്റെ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് അറിയപ്പെടുക. കാരണം he has adopted certain classical method for analyzing the behavior of an organism. ഈ സലൈവറി ഗ്ലാൻഡ്സ് ഉത്തേജിപ്പിക്കുന്ന പ്രക്രിയ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട പാവ്ലോവ് ഇതിനെപ്പറ്റി കൂടുതലായി പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ലബോറട്ടറിക്കകത്ത് ചില മാറ്റങ്ങൾ വരുത്തി. ആ ലബോറട്ടറിയുടെ മേശപ്പുറത്ത് വീണ്ടും ഡോഗിനെ കയറ്റി നിർത്തി. അതിന് വായ്ക്കകത്തേക്ക് ചില കത്തീഡ്രൽ പൈപ്പുകൾ ഇൻസേർട്ട് ചെയ്തു. അത് ആ പൈപ്പുകൾ മറ്റൊരു മെഷറിംഗ് ഡിവൈസിലേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ചെയ്യുന്ന എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും ഡോഗിന് മീറ്റ് പൗഡർ പ്രൊവൈഡ് ചെയ്യും. മീറ്റ് പൗഡർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബസർ സൗണ്ട്, ഒരു ബെൽ സൗണ്ട് കൂടി നൽകും. എന്ന് പറഞ്ഞാൽ ബെൽ സൗണ്ട് മീറ്റ് പൗഡർ, ബെൽ സൗണ്ട് മീറ്റ് പൗഡർ, ഇങ്ങനെയാണ് അതിന്റെ കോമ്പിനേഷൻ. ഇത് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി നമുക്ക് ആനിമലിന്റെ ബിഹേവിയറിനെ നമുക്ക് കണ്ടീഷൻ ചെയ്യാം. ഇതാണ് അദ്ദേഹത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ്. ഒരു എക്സ്പെരിമെന്റ് ലബോറട്ടറിക്കകത്ത് ഡോഗിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പരീക്ഷണങ്ങൾ, അത്രമാത്രം നിങ്ങൾ എക്സ്പെരിമെന്റ് അറിഞ്ഞാൽ മതി. ഇനി എന്താണ് ഇതിന്റെ അകത്ത് നടക്കുന്ന പ്രക്രിയ? ഫോർ റിമെമ്പർ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതർവൈസ് നോൺ ആസ് നാച്ചുറൽ സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻ ചെയ്യാത്ത സ്റ്റിമുലസ്, that is natural stimulus, that means food, leads to unconditioned response, that is UCS. Unconditioned stimulus leads to unconditioned response. സാധാരണഗതിയിൽ നടക്കുന്നതാണ്. കണ്ടീഷൻ ചെയ്യാത്ത സ്റ്റിമുലസ് നാച്ചുറൽ സ്റ്റിമുലസ് ആണ്, അത് മീറ്റ് പൗഡർ ആണ്. ലീഡ്സ് ടു അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. മീറ്റ് പൗഡർ കാണുമ്പോൾ തന്നെ ഡോഗുകളെ സലൈവറി ഗ്ലാൻഡ്സ് ഉത്തേജിപ്പിക്കും, സലൈവേറ്റ് ചെയ്യും. Unconditioned stimulus leads to unconditioned response. That means UCS leads to UCR, unconditioned response. Then unconditioned stimulus was paired with conditioned stimulus. That is UCS plus conditioned stimulus CS leads to unconditioned response. നമ്മൾ ഈ അൺകണ്ടീഷൻ സ്റ്റിമുലസിന്റെ കൂടെ നമ്മളൊരു കണ്ടീഷൻ സ്റ്റിമുലസ് കൂടി നൽകിയപ്പോഴും കണ്ടീഷൻ ചെയ്യാത്ത റെസ്പോൺസ് ആണ് കിട്ടിയത്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. But in the last category, only conditioned stimulus, that is CS alone, leads to conditioned response. ഇതാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ by means of providing an artificial stimuli you can evoke natural response, and this is considered to be the essence of Pavlovian conditioning. By providing an artificial stimuli you can evoke natural response. ഒന്നുകൂടി പറയാം, കണ്ടീഷൻസ് ചെയ്യാത്ത സ്റ്റിമുലസ് അതിനെ പറയുക UCS എന്നാണ് പറയുക, അൺകണ്ടീഷൻ സ്റ്റിമുലസ്. നാച്ചുറൽ സ്റ്റിമുലസ് ആണ്, ഫുഡാണ് അതിന്റെ അടിസ്ഥാനം. ഒരു നാച്ചുറൽ സ്റ്റിമുലസ് ആണ്, ലീഡ്സ് ടു അൺകണ്ടീഷൻ റെസ്പോൺസ്, UCR. UCS leads to UCR. When the food was paired with the sound of bell sound, that means unconditioned stimulus plus conditioned stimulus also leads to unconditioned response. ഈ UCS എന്ന് പറഞ്ഞതിന്റെ കൂടെ കണ്ടീഷൻ സ്റ്റിമുലസ് കൂടി ആഡ് ചെയ്തപ്പോഴും നമുക്ക് അവൈലബിൾ ആകുന്നത് അൺകണ്ടീഷൻഡ് ആയിട്ട് റെസ്പോൺസ് ആണ്. അതിനെ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് UCR എന്നാണ് പറയുക. ബട്ട് ഓൺലി കണ്ടീഷൻ സ്റ്റിമുലസ്, ദ സൗണ്ട് ഓഫ് ബെൽ alone, dog began to salivate. That is conditioned stimulus leads to conditioned response. എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ ഈ ബെൽ സൗണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക, ബസർ സൗണ്ട് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ തന്നെ ഡോഗിന്റെ നാവ് നീട്ടിയിട്ട് സലൈവറി ഗ്ലാൻഡ്സ് ഇങ്ങനെ ഉറ്റാൻ തുടങ്ങി. ഇത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ മീൻ വരുന്ന ഈ മോട്ടോർ ബൈക്കുകളോ അല്ലെങ്കിൽ MIT വണ്ടികളോ വരുമ്പോ നമ്മളൊക്കെ വീട്ടിൽ വളർത്ത പൂച്ചകൾ റിയാക്ട് ചെയ്യും. ആ ഹോണിന്റെ സൗണ്ടിനോട് ഈ പൂച്ചകള്
കണ്ടീഷൻ ചെയ്യുകയാണ്. അപ്പൊ പെയറിംഗ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ഈസ് നോൺ ആസ് കണ്ടീഷനിങ്. അതാണ് നമ്മൾ പറയുക പെയറിംഗ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇവിടെ ശ്രദ്ധിക്കുക, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ലീഡ്സ് ടു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് and it was paired with conditioned stimulus. That means unconditional stimulus plus CS leads to unconditioned response. But only conditioned stimulus leads to conditioned response. In short, you can evoke natural response by means of providing an artificial stimuli. ഒരു artificial stimuli ഉപയോഗിച്ച് നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പാവ്ലോവ് പറയുന്നത്. അതാണ് ഈ കണ്ടീഷനിങ് എന്ന് പറയുന്ന തിയറിയുടെ അടിസ്ഥാനം. You can create natural response by providing an artificial stimuli. ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റിമുലി ആണെങ്കിലും നമുക്ക് നാച്ചുറൽ ആയിട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പാവ്ലോവിന്റെ തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം.